Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള പാലപ്പവും അതിന് സൈഡായിട്ട് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാലപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പത്തിന്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് റവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ളതാണ് കണക്ക്. ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതാ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1.5 മുതൽ 1.25 കപ്പ് വെള്ളം വരെ വേണ്ടിവരും. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ പാലപ്പത്തിന്റെ ഒക്കെ ഒരു മാവിന്റെ രീതി അറിയാമല്ലോ, ആ ഒരു രീതിക്ക് അരച്ചെടുക്കാം. ഇനി ഇത് അരമണിക്കൂറത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പം മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ചൂടുള്ള സമയം ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇതായി കിട്ടിയത്. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സമയം വേണ്ടി വരും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടെ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് 1.25 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ പാലപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം ആയി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി കൊണ്ടുള്ള പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള പാലപ്പമാണ് ആയി കിട്ടുന്നത്. തലേ ദിവസം അരിയൊക്കെ കുതിർത്ത് വെക്കാനോ അല്ലെ അരച്ച് വെക്കാനോ ഒക്കെ മറന്നു പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്നത് അരിപ്പാലപ്പമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് അരിയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പമാണ്. ടേസ്റ്റ് സൂപ്പറാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നവർ പിന്നെ അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കും. അധികം പണിയൊന്നുമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇതുപോലെ മാവ് കുഴച്ച് വെച്ചേച്ചാൽ മതി. കറിയൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് മാവ് റെഡിയാവും. പിന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ അപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ സാധാരണ പാലപ്പത്തിന് വരുന്ന പോലെ തന്നെ ലേസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പാലപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ പാലപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 വലിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 3 ചേർക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പേ നമ്മുടെ ചാനലിൽ 3 മുട്ടക്കറികൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കണേ. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
ഇപ്പൊ സവോള ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലയുടെ പച്ചമണം ഒക്കെ മാറി വരുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇപ്പൊ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ അനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഇപ്പോൾ ലേശം ഉപ്പ് കുറവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ അനുസരിച്ച് 4 5 ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റണം. ചെറിയ തീ കിടന്ന് വേണം ഇത് നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട്. എന്നാലേ കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചാറങ്ങ് വറ്റിപ്പോകും. പക്ഷെ അത് കറിക്ക് രുചി കൊടുക്കത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ചാറ് ഇതുപോലെ കുറുക്കിയെടുക്കണം. ഇപ്പൊ ചാറ് നോക്കിയാൽ അറിയാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ സ്റ്റൈലിലുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതി ട്രൈ ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ പാലപ്പവും മുട്ടക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇന്നലത്തെ വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണേ. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.